ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഒരാണ്ടിലെ ദുരിതയാത്രയ്ക്ക് ശമനമായി. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ റെയിൽവേയുടെ അടിപ്പാത തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ആശയും തൊട്ടുപിന്നാലെ നിരാശയും നൽകി. അടിപ്പാതയുടെ നിർമ്മാണം ഭാഗികമായി പൂർത്തിയായതോടെ തിങ്കളാഴ്ച മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണത്തോടെ തുറന്നുകൊടുക്കാൻ കേരള റെയിൽ ഡെവലപ്മെന്റാണ് തിങ്കളാഴ്ച ഉച്ചയോടെ വാർത്താക്കുറിപ്പിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് ഏറെ പ്രതീക്ഷയോടെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിച്ചത്. നിലമ്പൂർ റോഡിൽ 12-ാം നമ്പർ റെയിൽവേ ലെവൽ ക്രോസിന് പകരമായുള്ള അടിപ്പാത തിങ്കളാഴ്ച രാവിലെ 9 മുതൽ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിന് പകൽ സമയത്ത് നിയന്ത്രണത്തോടെ തുറക്കാമെന്നായിരുന്നു ഉത്തരവിലെ അറിയിപ്പ്. രാവിലെ 6 മുതൽ വൈകുന്നേരം 7 വരെയാണ് യാത്രക്കാർക്ക് അനുമതിയെന്നും ഒരു വരിപ്പാത മാത്രമാണ് തുറക്കുകയെന്നും അറിയിപ്പുണ്ടായിരുന്നു. 3 മാസത്തിനകം അടിപ്പാത നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ നിയന്ത്രണം പൂർണ്ണമായും ഒഴിവാക്കുമെന്നും കേരളയിൽ പുറത്തിറക്കിയ ഉത്തരവിലുണ്ട്. തൊട്ടു പിന്നാലെയാണ് അടിപ്പാത തുറന്നുകൊടുക്കുന്നത് നീട്ടിവെച്ചുള്ള കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ DGMന്റെ അറിയിപ്പ് വന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ അടിപ്പാത തുറക്കൽ നീട്ടിവെച്ചുവെന്നായിരുന്നു അറിയിപ്പ്. അടിപ്പാത വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വാഹനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ സാധിക്കുകയുള്ളൂവെന്ന നിലപാടാണ് റെയിൽവേ കൈക്കൊണ്ടത്. ഇത് ഏറെ നിരാശയ്ക്ക് കാരണമായി. അടിപ്പാത നിർമ്മാണം ഈ മാസം 31-നകം പ്രവൃത്തി പൂർത്തീകരിക്കാൻ പാലക്കാട് ഡിവിഷണൽ ജനറൽ മാനേജർ അരുൺകുമാർ ചതുർവേദി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പൂർത്തീകരണത്തിനായില്ല. അടിപ്പാത നിർമ്മാണത്തിനായി 2024 ഏപ്രിൽ 27-നാണ് സംസ്ഥാന പാത അടച്ചത്. 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. പല കാരണങ്ങളാൽ നിർമ്മാണം തടസ്സപ്പെട്ടു. നിർമ്മാണം അനന്തമായി നീണ്ടതോടെ നാട്ടുകാർ വോട്ട് ബഹിഷ്കരണ സമരം വരെ നടത്തി. ജനപ്രതിനിധികളും ജനകീയ ആക്ഷൻ കൌൺസിലും സമ്മർദ്ദം ചെലുത്തിയാണ് പ്രവൃത്തി പിന്നീട് വേഗത്തിലാക്കിയത്. നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡ് അടച്ചതിനാൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ കിലോമീറ്ററുകളധികം ചുറ്റിക്കറങ്ങിയാണ് സർവീസ് നടത്തിവരുന്നത്. ബദൽ മാർഗം കണ്ടെത്തിയ ഗ്രാമീണ റോഡ് വാഹനങ്ങളുടെ ആധിക്യം മൂലം പെട്ടെന്ന് തകർന്ന് യാത്രായോഗ്യവുമല്ലാതെയുമായി. വല്ലപ്പുഴ ഈയമ്മട പയ്യമ്പള്ളി റോഡും രാമൻകുത്ത് അടിപ്പാതയുമാണ് വാഹനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത്. കുറെ കൂടി സുരക്ഷിത പാത തിരഞ്ഞെടുത്ത് കിലോമീറ്ററുകൾ താണ്ടി കരുളായി ചെട്ടി മലയോര പാതയിലൂടെയാണ് KSRTC സർവീസ് നടത്തിവരുന്നത്. മഴക്കാലം വരികയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയും ചെയ്തതോടെ ഗ്രാമീണ റോഡുകൾ വഴിയുള്ള നിരന്തര വാഹന ഓട്ടം സുരക്ഷിതമല്ലാതായി തീർന്നിട്ടുണ്ട്. താൽക്കാലികമായെങ്കിലും അടിപ്പാത തുറക്കാൻ റെയിൽവേ കനിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Celebrating Viva by Shobika Weddings.